പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് ഇറാൻ എന്ന കരുത്തുറ്റ രാഷ്ട്രവും ചൈന എന്ന ലോകശക്തിയും കൈകോർക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് വെറും ഒരു സൈനിക സഖ്യമല്ല, മറിച്ച് അടിച്ചമർത്താൻ നോക്കുന്ന വൻ ശക്തികൾക്കെതിരെയുള്ള ഏഷ്യയുടെ പ്രതിരോധമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചപ്പാടിൽ ഈ സഖ്യം മേഖലയിലെ പരമാധികാരവും സമാധാനവും സംരക്ഷിക്കാനുള്ള ഒരു ചരിത്രപരമായ നീക്കമാണ്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ഏകപക്ഷീയമായ ഉപരോധങ്ങളിലൂടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ നയങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണിത്. ചൈനയുമായുള്ള ബന്ധം കേവലം സാമ്പത്തികമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ബഹുധ്രുവ ലോകം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക ശക്തിയുടെ അപ്രമാദിത്വം അവസാനിച്ചു എന്നതിന്റെ തെളിവാണ് ചൈനീസ് നിർമ്മിത അത്യാധുനിക ആയുധങ്ങൾ ഇന്ന് ഇറാന്റെ മണ്ണിലെത്തുന്നത്. ചൈനയിൽ നിന്ന് അതീവ രഹസ്യമായി ഇറാനിലെത്തുന്ന മാൻ പാഡ്സ് മിസൈലുകൾ ഇറാന്റെ വ്യോമ പ്രതിരോധം അജയ്യമാക്കാൻ സഹായിക്കുന്നുണ്ട്. തോളിൽ വെച്ച് തൊടുക്കാവുന്ന ഈ മിസൈലുകൾ ശത്രുവിന്റെ അത്യാധുനിക യുദ്ധ വിമാനങ്ങളെ പോലും അതുപോലെ ഡ്രോണുകളെയും നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ ശേഷിയുള്ളവയാണ്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പർവ്വത നിരകളിലോ വനമേഖലകളിലോ ഒളിച്ചിരിക്കുന്ന ഒരു സൈനികന് പോലും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അമേരിക്കൻ വ്യോമശക്തിയെ വെറും സെക്കൻഡുകൾക്കുള്ളിൽ തകർക്കാൻ സാധിക്കും. ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അധിനിവേശത്തിന് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. അമേരിക്കയുടെ C-130 ഹെർക്കുലീസ് വിമാനങ്ങളെക്കാൾ കരുത്തുള്ള ചൈനീസ് Y-30 വിമാനങ്ങൾ ഇറാന്റെ സൈനിക വിന്യാസത്തിന് നൽകുന്ന ഊർജം വളരെ വലുതാണ്. 10 ടണ്ണിലധികം പേലോഡ് വഹിക്കാനുള്ള ശേഷി ഈ വിമാനങ്ങൾക്കുണ്ട്. ചൈനയിലെ ഈ സാങ്കേതിക മികവ് ഇറാന്റെ പ്രതിരോധത്തിന് ഒരു പുതിയ മതിൽ പണിത് ഉയർത്തിയിരിക്കുകയാണ്. ശത്രുക്കളുടെ ഏത് കടന്നാക്രമണത്തെയും ഫലപ്രദമായി നേരിടാൻ പ്രാപ്തമാണ് ഇന്ന് ഇറാന്റെ സൈന്യം. ചൈനീസ് ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തുന്നത് ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് ഒരു വലിയ യുദ്ധത്തെ തടയാനുള്ള മുൻകരുതലാണ്. ഇറാന്റെ പ്രതിരോധം ശക്തമാണെന്ന് ബോധ്യമുള്ള ശത്രുക്കൾ ഒരിക്കലും സാഹസത്തിന് മുതിരില്ല. സ്വന്തം സഖ്യകക്ഷികൾക്ക് ആയുധം നൽകുന്ന അമേരിക്കയ്ക്ക് മറ്റൊരു രാജ്യം തങ്ങളുടെ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിൽ ഇടപെടാൻ എന്ത് അവകാശമാണുള്ളത് എന്ന് ഇറാൻ ചോദിക്കുന്നുണ്ട്. ചൈനയുടെ സഹായം ഇറാന് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. ഒരു കരുത്തനായ സുഹൃത്ത് കൂടെയുള്ളപ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും തങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്ന് ഇറാൻ ഈ സഖ്യത്തിലൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിൽ ചൈനയുടെ സാന്നിധ്യം ഇന്ന് അനിവാര്യമായിരിക്കുന്നു. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വതന്ത്രമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ഇറാൻ എന്നൊരു വലിയ പ്രതീകമാണ്. പടിഞ്ഞാറൻ ശക്തികളുടെ ആധിപത്യത്തിന് അറുതി വരുത്തിക്കൊണ്ട് കിഴക്കൻ ശക്തികൾ ഉദിച്ചുയരുകയാണ്. ചൈനയും ഇറാനും തമ്മിലുള്ള ഈ അഭേദ്യമായ ബന്ധം ആഗോള രാഷ്ട്രീയത്തിലെ പുതിയൊരു ദിശ സൂചികയാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ ചൈനയുടെ സാങ്കേതിക കരുത്തിനു മുന്നിൽ പരാജയപ്പെടുന്നുണ്ട്. ഇറാന്റെ മണ്ണിൽ ചൈനീസ് ആയുധങ്ങൾ എത്തുന്നത് മാറ്റത്തിന്റെ കാഹളമാണ്. ഇത് ലോകത്തിലെ എല്ലാ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്കും നൽകുന്ന സന്ദേശം വ്യക്തമാണ്. തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഇനി ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇറാൻ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നത് സ്വന്തം മണ്ണും അന്തസ്സും കാത്തു സൂക്ഷിക്കാനാണ്. അധിനിവേശത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് പരമാധികാരത്തിന്റെ പുത്തൻ ചരിത്രമെഴുതാൻ ഈ ഏഷ്യൻ സഖ്യം ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ താൽപര്യങ്ങൾക്കും അവരുടെ സൈനിക ശക്തികൾക്കും ഈ സഖ്യം ഉയർത്തുന്ന വെല്ലുവിളി വരും നാളുകളിൽ ലോകം കൂടുതൽ വ്യക്തമായി കാണാനിരിക്കുകയാണ്.